എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് വിഷമം പറഞ്ഞു. വളരെ ദയനീയ അവസ്ഥയിലാണ് ഞാൻ. എനിക്കെൻ്റെ ഹൃദയം തുറന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം വല്ലാണ്ടായിപ്പോയി. ഞാൻ ആളുടെ ആ ഒരു വിഷമങ്ങൾ കുറച്ചൊക്കെ കേട്ടു. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്കിതിലേറെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും ഞാനൊക്കെ ജീവിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ജീവിക്കാമെന്നുള്ള രീതിക്ക് ഞാൻ വലിയ അഭിമാനത്തോടെ ഞാൻ ആളടുത്ത് പറഞ്ഞു, ഇതിലേറൊക്കെ പ്രശ്നങ്ങൾ എനിക്കൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങളിതൊന്നും വിഷയമാക്കണ്ട എന്നുള്ള രീതിക്ക് ഞാൻ ഉപദേശിച്ചു. സാരമില്ല, എല്ലാം മാറുന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞ ഒരാളടുത്ത് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു തന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓരോ വ്യക്തികൾക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരാളുടെ ഒരു വിഷമവും മറ്റൊരാളുടെ ഒരു വിഷമവും വെച്ചു ഒരിക്കലും നമ്മൾ തൂക്കരുത്. കാരണം ഓരോ വ്യക്തികൾക്കും അത് സഹിക്കാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഉണ്ട്. ആ വ്യക്തിക്കൊരു പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ സഹിക്കാൻ പോലും പറ്റാത്ത വ്യക്തി ആയിരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ സഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പലതും സഹിച്ച് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലുള്ള ഒരാളായിരിക്കാം ഒരു പക്ഷേ ഞാൻ. അപ്പോൾ എൻ്റെ വേദനയും അയാളുടെ വേദനയും തമ്മിൽ തൂക്കാൻ പാടില്ല. ശരിയാണല്ലേ അല്ലേ? എനിക്ക് ചിന്തിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു സമാധാന വാക്ക് പറഞ്ഞതാണെങ്കിലും എനിക്കതിൽ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഓരോരുത്തർക്കും അവരുടെ മെൻ്റൽ കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കാം. ഓരോരുത്തരുടെയും ജീവിത രീതികൾ വ്യത്യസ്തമായിരിക്കാം. ഈ വ്യത്യസ്തമായ ആളുകൾക്ക് അവരുടെ വേദനയും വ്യത്യസ്തമായിരിക്കാം. ഒരാൾക്ക് അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു പെയിനായിരിക്കും. പക്ഷെ മറ്റൊരാൾക്ക് ഇറ്റ്സ് ഓക്കെ, എല്ലാവരും മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, എൻ്റെ മക്കൾ മരിക്കും, ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്നവർ. ചിലർ ഭാരം ഒഴിഞ്ഞു കിട്ടി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് വിഷമത്തെ അളക്കാൻ പറ്റില്ല. ആ വ്യക്തികളുടെ മാനസിക അവസ്ഥയെ കൂടി പരിഗണിച്ചിട്ടാണ് വിഷമങ്ങൾ എപ്പോഴും അളക്കേണ്ടത്. അല്ലെങ്കിലും മറ്റൊരാളുടെ വിഷമം അളക്കാൻ നമ്മൾ ആരുമല്ല അല്ലേ? ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് ഒരു വിഷമം പറയുമ്പോൾ, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ പറയുമ്പോൾ മാക്സിമം നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിക്കുക. ഇനി സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരൊന്ന് കേൾക്കുക. അവരെ ഒന്ന് കേട്ടിട്ട്, നമുക്ക് ചില സമയത്തൊന്നും നമുക്ക് സമാധാന വാക്കുകളൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും അവർ നമുക്ക് മനസ്സിലായി എന്നത് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മൗനമായിരുന്ന് അവരുടെ വിഷമങ്ങളൊന്ന് കേൾക്കുക. ഒരാളുടെ വിഷമം കേൾക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് അയാൾ കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ട് അയാൾ ഒരു പക്ഷേ എന്തായാലും നിങ്ങളുടെ പേര് ഓർക്കാൻ വളരെ സാധ്യതയുണ്ട്. നമ്മൾ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.